ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസുമായി നടത്തിയ സമാധാന ചർച്ച ഫലം കാണാതെ അവസാനിച്ചതിനിടെ യൂറോപ്പിനെതിരെ മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യ യൂറോപ്പുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അവർ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയാൽ തങ്ങൾ നോക്കി നിൽക്കാതെ തിരിച്ചടിക്കുമെന്നും പുടിൻ പറഞ്ഞു. ഉക്രൈനിലെ സമാധാന ശ്രമങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ തുരങ്കം വയ്ക്കുകയാണെന്നും യുദ്ധം അവസാനിക്കണമെന്നവർ ആഗ്രഹിക്കുന്നില്ലെന്നും പുടിൻ വിമർശിച്ചു. യുഎസ് തയ്യാറാക്കിയ സമാധാന പദ്ധതിക്ക് ബദലായി ഉക്രൈൻ അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതി യൂറോപ്യൻ യൂണിയൻ അവതരിപ്പിച്ചതാണ് പുടിനെ ചൊടിപ്പിച്ചത്. യൂറോപ്പിന്റെ പദ്ധതിയിലെ വ്യവസ്ഥകൾ റഷ്യയ്ക്ക് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്തവയാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ യൂറോപ്പുമായി യുദ്ധത്തിനില്ലെന്ന് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നൊരു യുദ്ധത്തിന് അവർ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നേരിടാൻ ഞങ്ങൾ ഈ നിമിഷം പോലും തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. സമാധാന കരാറിൽ ധാരണയിലെത്താൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്നറും പുടിനുമായി നേരിട്ട് 5 മണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പദ്ധതിയിലെ ചില വ്യവസ്ഥകളെ പുടിൻ പിന്തുണച്ചെങ്കിലും മറ്റുള്ളവ തള്ളി. കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കി. റഷ്യയ്ക്ക് അനുകൂലമായാണ് യുഎസ് ആദ്യം പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ ഉക്രൈന്റെ എതിർപ്പ് പരിഗണിച്ച് വ്യവസ്ഥകളിൽ ചില ഭേദഗതികൾ വരുത്തി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ ഉക്രൈൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടും സമവായത്തിൽ എത്തിയിരുന്നില്ല. നിലവിൽ റഷ്യ പിന്തുണയ്ക്കുന്ന കരാറിലെ വ്യവസ്ഥകളെ ഉക്രൈനോ ഉക്രൈൻ പിന്തുണയ്ക്കുന്ന വ്യവസ്ഥകളെ റഷ്യയോ അംഗീകരിക്കുന്നില്ല. ഉക്രൈനിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊന്നും വിട്ടുകൊടുക്കില്ലെന്ന് റഷ്യ ആവർത്തിച്ചു. ഇത് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമെന്ന് ഉക്രൈനും പറഞ്ഞു. ഉക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുന്നതിനോട് റഷ്യയ്ക്ക് എതിർപ്പാണ്. ഇതിനിടെ റഷ്യയും ഉക്രൈനും പരസ്പരം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയുമാണ്. ഉക്രൈനിൽ ഇന്നലെ 2 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ടാംബോവിൽ എണ്ണ ഡെപ്പോയിൽ തീപിടുത്തവും ഉണ്ടായി. പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയ്ക്ക് തന്ത്രപരമായ പരാജയം വരുത്തുമെന്ന ഫാന്റസി വളർത്തിയെടുക്കുകയും ഈ മിഥ്യാധാരണകളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുവെന്നാണ് പുടിന്റെ നിരീക്ഷണം. അത്തരമൊരു ഫലം തുടക്കം മുതൽ അസാധ്യമായിരുന്നു. എന്നാൽ യൂറോപ്യൻ നേതൃത്വത്തിന് അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അമേരിക്കൻ പിന്തുണയോടെ മുന്നോട്ട് വന്ന സമാധാന നിർദ്ദേശത്തെ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ അത് മനഃപൂർവ്വം വഴിതെറ്റിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നത് എന്നും പുടിൻ ആരോപിച്ചു. യൂറോപ്യൻ യൂണിയന് സമാധാനപരമായ ഒരു അജണ്ടയില്ലെന്നും അവർ യുദ്ധത്തിന്റെ പക്ഷത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ നവംബറിൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തെ പാശ്ചാത്യ പിന്തുണക്കാർ റഷ്യയ്ക്ക് അനുകൂലിക്കുന്നതായി പരിഹസിക്കുകയും റഷ്യ നിർമ്മിതി വിരുദ്ധമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്വന്തം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. യൂറോപ്പിലെ സമീപകാല സംഭവവികാസങ്ങൾ ആശങ്കാജനകമാണെന്നാണ് പുടിൻ ചൂണ്ടിക്കാട്ടുന്നത്. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് നവംബറിൽ 2028 റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സാധ്യമായേക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. കൂടാതെ ഉക്രൈനിലേക്ക് നാറ്റോ സൈനികരെ അയക്കാനുള്ള ആശയം ഫ്രാൻസ് മുന്നോട്ട് വെച്ചതും സ്ഥിതിഗതികൾ വഷളാക്കുന്നു. ഇത്തരം വർദ്ധിച്ചുവരുന്ന യുദ്ധക്കൊതിയുള്ള വാചോടോപങ്ങൾ യൂറോപ്പിനെ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ്. യൂറോപ്യൻ യൂണിയനുമായോ നാറ്റോയുമായോ പോരാടാൻ റഷ്യയ്ക്ക് പദ്ധതിയില്ലെന്ന് റഷ്യൻ നേതാവ് ആവർത്തിക്കുകയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം ആരംഭിച്ചാൽ സംഭവങ്ങൾ വളരെ വേഗത്തിലൊരു ഘട്ടത്തിലെത്താൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ യൂണിയൻ വർദ്ധിപ്പിക്കുന്ന സൈനിക ചെലവുകളെയും പുടിൻ വിമർശിച്ചു. 800 ബില്യൺ യൂറോയുടെ പദ്ധതിയും പ്രതിരോധ ചെലവ് GDP-യുടെ 5% ഉയർത്തുമെന്ന നാറ്റോ അംഗങ്ങളുടെ പ്രതിജ്ഞയും ഇതിന്റെ ഭാഗമാണ്. ഈ സൈനിക ചെലവ് വർധനവിനെ ന്യായീകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ അടിസ്ഥാനരഹിതമായി റഷ്യൻ ഭീഷണി ഉദ്ധരിക്കുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ് ആരോപിച്ചു. റഷ്യൻ ഭീഷണി എന്ന വാദം യൂറോപ്യൻ രാജ്യങ്ങളിൽ ആയുധവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനും അമേരിക്കയുടെ സൈനിക വ്യവസായിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു ഉപായം മാത്രമാണെന്നാണ് റഷ്യയുടെ നിലപാട്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകൾ ഉക്രൈൻ പ്രതിസന്ധിയിൽ റഷ്യയുടെ നിലപാട് എത്രത്തോളം ഉറച്ചതാണെന്ന് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. റഷ്യയെ തന്ത്രപരമായി പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ നയങ്ങൾ ആഗോള സുരക്ഷയെ ഗുരുതരമായി അപകടപ്പെടുത്തുകയാണ്. സമാധാനപരമായ നയതന്ത്രത്തിന് റഷ്യൻ പക്ഷം ഇപ്പോഴും തയ്യാറാണ്. എന്നാൽ പ്രകോപനം സൃഷ്ടിച്ച് റഷ്യക്കെതിരെ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്നും ശക്തമായ മുന്നറിയിപ്പ് പാശ്ചാത്യ രാജ്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ടതുണ്ടെന്നും യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് മിഥ്യാധാരണകൾ ഉപേക്ഷിച്ച് സമാധാനത്തിന്റെയും യാഥാർത്ഥ്യബോധത്തിന്റെയും പാതയിലേക്ക് തിരിയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. റഷ്യയുടെ ഈ അന്ത്യശാസനം ലോകം ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അതേസമയം ഉക്രൈനിൽ സമാധാനം നടപ്പാക്കാൻ യുഎസ് തയ്യാറാക്കിയ ഒരു വ്യവസ്ഥയും റഷ്യ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ചില കാര്യങ്ങൾ അംഗീകരിക്കുകയും മറ്റു ചിലത് അസ്വീകാര്യമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ചർച്ചാ പ്രക്രിയയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്നർ എന്നിവരുമായി വ്ളാഡിമിർ പുടിൻ ക്രെംലിനിൽ ചർച്ച നടത്തിയതിനു പിന്നാലെയായിരുന്നു പെസ്കോവിന്റെയും പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.